everyone, welcome back to my YouTube channel. My name is Sarafina. ഞാൻ എന്നോടിങ്ങനെ എൻ്റെ ഒരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെ നമ്മുടെ മൈൻഡ് പ്യൂരിഫൈ ചെയ്യാമെന്ന്, നെഗറ്റിവിറ്റിയൊക്കെ എങ്ങനെ എടുത്തു കളയാമെന്ന്. അപ്പം നെഗറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ ഞാൻ ജസ്റ്റ് കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അതായത് എൻ്റെ ഹെയറൊക്കെ എങ്ങനെയാണ്. ഓക്കെ, ലീവ് ഇറ്റ്. അപ്പം നമുക്കറിയാം നമ്മളുടെ ലൈഫിലെ നെഗറ്റിവിറ്റീസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദെൻ വാട്ട് ആർ ദ മെയിൻ നെഗറ്റിവിറ്റീസ് ഇൻ അവർ ലൈഫ്. മേ ബി നമ്മുടെ ഇൻസൈഡിലുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇന്ന് ഞാൻ ഒരാളിനോട് ദേഷ്യപ്പെട്ടു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ആ ആളിനത് ഹേർട്ടായി, എൻ്റെ മൈൻഡും ഡിസ്റ്റർബ്ഡായി. സോ അത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം. ദെൻ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഒരാൾ എന്നെ ചീത്ത പറഞ്ഞു. അപ്പം ഞാൻ ഒരാളോട് ദേഷ്യപ്പെട്ടു, അതുപോലെ തന്നെ വേറൊരാൾ എന്നോട് അങ്ങനെ പറഞ്ഞു. ദെൻ വേറെന്ന് എൻ്റെ ഒരു ബാഡ് ഹാബിറ്റ് ആയിരിക്കാം. മേ ബി ഒരുപാട് ലേറ്റായിട്ട് എഴുന്നേക്കുന്നത്. ഞാൻ ഇന്നും ഒരുപാട് ലേറ്റായിട്ട് എഴുന്നേറ്റും, അത് കാരണം എനിക്ക് പല ഓപ്പർച്യൂണിറ്റീസും മിസ്സായി. അങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെയാണോ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ നെഗറ്റീവ് സൈഡ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി എന്താണോ. നിങ്ങളുടെ ചിലപ്പം ചില ആൾക്കാർക്ക് നെയ്ബേഴ്സിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് എപ്പോഴും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ അടുത്തുനിന്ന് ജലസി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളുടെ നെഗറ്റിവിറ്റിയാണ്, നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നെഗറ്റിവിറ്റീസാണ് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റിവിറ്റിയെ ഗ്രാജുവലി നമ്മളുടെ അടുത്തുനിന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പേപ്പർ വേണം, ഒരു വൈറ്റ് പേപ്പർ വേണം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു നോട്ട്ബുക്കിൽ നിന്ന് ഇങ്ങനെ ടിയർ ചെയ്തെടുത്തൊരു പേപ്പറാണ്. അപ്പോൾ ഈ ഒരു ഇതുപോലത്തെ ഒരു ബുക്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പേപ്പർ വേണമല്ലോ, ഇത്രയും വലിയ പേപ്പർ വേണമെന്നില്ല, ഒരു കുഞ്ഞു പീസ് ഓഫ് പേപ്പർ, നിങ്ങളുടെ കാര്യങ്ങൾ എഴുതാൻ പറ്റിയ ഒരു പേപ്പർ. ഇപ്പം നിങ്ങളുടെ നെഗറ്റിവിറ്റി, നിങ്ങൾക്ക് ചുറ്റുമുള്ള ഇഷ്യൂസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചിലപ്പോൾ ഒരു 10 എണ്ണം കാണാം, ചിലവർക്ക് 50 കാണും, ചിലവർക്ക് 3 എണ്ണോ 2 എണ്ണോ 1 എണ്ണോ ഒക്കെ ആയിരിക്കും കാണുന്നത്. അത് എത്രയാണോ അത്രയും എഴുതാൻ പറ്റുന്ന ഒരു പേപ്പർ നിങ്ങൾ എടുക്കുക. ഓക്കെ, ആ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ അതിൽ എഴുതുക, ഒരു പെൻ വെച്ചിട്ട് നിങ്ങൾ എഴുതുക എന്തൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എന്താ എഴുതാൻ പോകണ്ടേ, ഞാനിന്ന് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടു എന്നെഴുതാം. ഞാനിന്ന് ഒരാളുടെ പേര് ആലോചിക്കട്ടെ. ഞാൻ എക്സിനോട്, എക്സ് എന്ന് ഒരാളിനെ വിചാരിക്കാം. ഞാനൊരു 1 എന്ന നമ്പർ ഇട്ടെ, എന്നിട്ട് എഴുതാണ് ഞാൻ ഇന്ന് എക്സിനോട്. എക്സ് എന്ന് വെച്ചാൽ എക്സ് ബോയ് ഫ്രണ്ട്, എക്സ് ഗേൾ ഫ്രണ്ട് അല്ല, ഞാൻ ചുമ്മാ ഒരു ഇതിട്ടതാണ്. അവിടെ നിങ്ങൾക്ക് പേരെഴുതാം. ദേഷ്യപ്പെട്ടു. ഓക്കെ, ദേഷ്യപ്പെട്ടു. ദെൻ സെക്കൻഡ്, വേറൊരാൾ, ആ ആളിന് എന്നോട് ഭയങ്കര കുശുമ്പാണ്, എന്നോട് ഭയങ്കര അസൂയാണ്, എന്നോട് ഭയങ്കര ദേഷ്യമാണ്. വൈ. ഓക്കെ, വൈക്ക് എന്നോട് അസൂയാണ്, അസൂയ ആണ്. യെസ്, ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇപ്പം ഞാൻ 2 എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എത്രയാണോ എഴുതാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ ഒരു ഇത്രയും നിങ്ങളുടെ നെഗറ്റിവിറ്റീസാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പേപ്പർ ഫുള്ള് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ണടച്ച് വെച്ച് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഇത്രയും നെഗറ്റിവിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിഞ്ഞു പോയി എന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ വളരെ ഹാപ്പിയാണ്, ഈ പറഞ്ഞ സംഭവം ഒന്നുമില്ല, നിങ്ങളിപ്പോൾ എക്സിനോട് ദേഷ്യപ്പെടുന്നേ ഇല്ല, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ ഈ വൈ എന്ന് പറയുന്ന ആളിന് നിങ്ങളോട് അസൂയൊന്നുമില്ല, ഭയങ്കര സ്നേഹമാണ്, അല്ലെങ്കിൽ അതിപ്പം നിങ്ങളെ ബോദർ ചെയ്യുന്നേ ഇല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കുക. ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പേപ്പർ കത്തിച്ച് കളയാം. കത്തിച്ച് കളയുന്നതാണ് ദ മോസ്റ്റ് എഫക്റ്റീവ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കത്തിച്ച് കളയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളിത് ജസ്റ്റ് ഇങ്ങനെ ടിയർ ചെയ്യുക. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് 2 പീസായിട്ടോ 3 പീസായിട്ടോ എത്ര പീസായിട്ടോ നിങ്ങൾക്ക് കീറിയിട്ട് നിങ്ങളുടെ വേസ്റ്റ് ബാസ്ക്കറ്റിലോ എവിടെയാണോ നിങ്ങൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി ഇടുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മൈൻഡ് ഭയങ്കര കാമാവും, നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഫോക്കസ്ഡ് ആവും, ലൈഫ് ഭയങ്കര സക്സസ്ഫുൾ ആവും. ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്
നമ്മുടെ നെഗറ്റിവിറ്റി, നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ അവോയ്ഡ് ചെയ്യാനാണ്. അപ്പോൾ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറേ പേര് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി സക്സസ്ഫുൾ ആക്കാനുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആക്കാനുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഹാവ് എ നൈസ് ഡേ. ബൈ.